ഋതുമോളുടെ അംഗൻവാടിയിൽ ലാസ്റ്റ് ദിവസമായിരുന്നു കേട്ടോ ഒന്ന്. അപ്പോൾ ടീച്ചർക്കും അവിടുത്തെ ഹെൽപ്പർക്കും കൊടുക്കാനായിട്ട് ഞങ്ങൾ 2 ഗിഫ്റ്റ് കരുതിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഋതുമോൾ മാത്രമല്ല, ഋതുമോളുടെ 3 ഫ്രണ്ട്സും കൂടെ കൂടിയിട്ടായിരുന്നു കേട്ടോ ഗിഫ്റ്റൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കുട്ടികളുടെ കൂടെ തന്നെ പാരൻസിനും കൂടെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ എത്താനായിട്ട് കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാനായിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴേക്കും എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു. പിള്ളേർ പ്ലേ മോഡായിരുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ പിള്ളേരൊക്കെ കൂട്ടി നിർത്തി ഓരോ ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ ഇന്ന് സ്പെഷ്യലായിട്ട് അവർക്ക് ചിക്കൻ ബിരിയാണി ഒക്കെ ഉണ്ടായിരുന്നു. കുട്ടികളുടെ കൂടെ തന്നെ പാരൻസിനെയും കഴിക്കാനായിട്ട് പിടിച്ചിരുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഋതുമോൾ കുറച്ചൊക്കെ തന്നെ കഴിച്ചു. അത് കഴിഞ്ഞപ്പോൾ അമ്മ എനിക്ക് വാരി തരണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഋതുമോളുടെ കൂടെ ഞാനൊരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു. ഞങ്ങൾ നല്ല സെറ്റായി ഇരുന്നിട്ടുണ്ട് കേട്ടോ. ടീച്ചേഴ്സും കുഞ്ഞുങ്ങൾക്കായിട്ട് കുഞ്ഞു സമ്മാനപ്പൊതികളൊക്കെ കരുതിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഋതുമോളുടെ ഒക്കെ വാങ്ങി ബാക്കി എല്ലാ കുട്ടികൾക്കും ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടുന്ന് ഇറങ്ങുന്നവർക്കും ഇവിടേക്ക് പുതിയതായിട്ട് വരുന്നവർക്കും ഒക്കെ ഗിഫ്റ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ടീച്ചേഴ്സ്. നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുള്ള ഗിഫ്റ്റ് പുറത്തേക്ക് എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. മാത്രമല്ല നമ്മൾ വാങ്ങിയത് ഇതിൽ 3 പാരൻസിന് മാത്രം അറിയുന്നുണ്ടായിരുന്നുള്ളൂ, വേറെ ആർക്കും അറിയുന്നുണ്ടായിരുന്നില്ല. ഞാനാണെങ്കിൽ വണ്ടിയിൽ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ എല്ലാവരും ശരിക്കും സർപ്രൈസ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം പിള്ളേർ തന്നെ അത് 2 പേർക്കും കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇവിടെ കുറച്ച് കുഞ്ഞു ഓർമ്മകളൊക്കെ ബാക്കി വെച്ചിട്ട് ഞങ്ങൾ എല്ലാവരും അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ.